NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വയോധികയായ അമ്മയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ആളൂർ സ്വദേശി അറസ്റ്റിൽ. മാള വഴിദേശത്ത് കൈനാടത്തുപറമ്പ് സ്വദേശി 45 വയസ്സുള്ള ജെനിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 12-നായിരുന്നു സംഭവം. ജെനിന്റെ അമ്മ മേരിയുടെ പേരിലുള്ള വീടും സ്ഥലവും ജെനിന്റെ പേരിൽ എഴുതി കൊടുക്കുവാൻ സമ്മതിക്കാത്തതിന്റെയും പണം കടം ചോദിച്ചത് നൽകാത്തതിന്റെയും വിരോധത്തിലാണ് ജെനിൻ അമ്മയെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പട്ടിക കൊണ്ടുള്ള മർദ്ദനത്തിൽ മേരിയുടെ 2 വാരിയെല്ലുകൾ ഒടിഞ്ഞ് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സ്ഥിരം മദ്യപാനിയായ ജെനിൻ ആളൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡിയാണ്. ജെനിലിനെ നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. ജെനിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ അശ്രദ്ധമായി വാഹനമോടിച്ചതിലുള്ള കേസും കൊടകര പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും അടക്കം 3 ക്രിമിനൽ കേസുകളുണ്ട്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി ഷാജിമോൻ, ജൂനിയർ SI ജി ജിഷ്ണു, സബ് ഇൻസ്പെക്ടർ പ്രസന്നകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ്, തുളസി കൃഷ്ണദാസ്, മന്നാസ്, വിശാഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ യുവതിക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ചൊവ്വല്ലൂർപടി സ്വദേശിനിയായ 22 വയസ്സുള്ള യുവതിക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം. പെരുമ്പിലാവിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മടങ്ങി വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് ലിമിറ്റഡ് എന്ന ബസ്സിൽ നിന്നാണ് യുവതി വീണത്. പരിക്കേറ്റ യുവതിയെ നാട്ടുകാർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിന് പരിക്കേറ്റ് എല്ലുകൾ ഒടിഞ്ഞ യുവതിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. യുവതി കുന്നംകുളം പോലീസിൽ പരാതി നൽകി. 2 ദിവസം മുൻപ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലും സമാനമായ സംഭവമുണ്ടായി. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ വിദ്യാർത്ഥി റോഡിൽ വീണു. കുട്ടി ഇറങ്ങുന്നതിനിടെ ബസ് മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. വിദ്യാർത്ഥി വീണിട്ടും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ബസ് നിർത്താതെ പോയി. കുട്ടി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നത് ഏറെ ആശ്വാസകരമാണ്. CPM അളഗപ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി വെണ്ടൂരിൽ ആരംഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ PK ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. KS വിനോദ്, ജോഷി സി മഞ്ഞളി, CV ശിവൻ, VK സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ആലങ്ങാട് ജനതാ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ വായനോത്സവം നടത്തി. വായനോത്സവത്തിൽ ബഷീർ കൃതികളുടെ ആസ്വാദനമാണ് പ്രധാനമായും നടത്തിയത്. പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ എന്നിങ്ങനെയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വായനശാല സെക്രട്ടറി AK ശിവദാസൻ നേതൃത്വം നൽകി. ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് മണ്ണമ്പേട്ടയിൽ ആരംഭിച്ചു. തൊമ്മാന ആർക്കേസിൽ പ്രവർത്തിക്കുന്ന ആസ്റ്റർ ലാബ്സിന്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് ജനറൽ മാനേജർ A നിതിൻ, റീജിയണൽ സെയിൽസ് മാനേജർ വനീം, ഏരിയ സെയിൽസ് എക്സിക്യൂട്ടീവ് നിധുൻ ഹരി, ഫ്രാഞ്ചൈസ് ഓണർ UK കീർത്തി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങളോടെ ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആസ്റ്റർ മണ്ണമ്പേട്ടയിൽ എത്തിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ചെക്കപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫർ പാക്കേജുകളാണ് ആസ്റ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ ഓഫറായി 2310 രൂപ വിലയുള്ള 71 ടെസ്റ്റുകൾ വെറും 599 രൂപയാണ് പാക്കേജിൽ ലഭ്യമുള്ളത്. ഫുൾ ബോഡി ചെക്കപ്പുകൾ കുറഞ്ഞ നിരക്കിൽ. കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ ഷുഗർ, കൊളസ്ട്രോൾ പരിശോധനകൾ സൗജന്യമായി ചെയ്യുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:30 മുതൽ 8 മണി വരെയും ഞായറാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുമാണ് പ്രവർത്തന സമയം. ഹോം കളക്ഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ലോകത്തെ തന്നെ 9 രാജ്യങ്ങളിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് ഏകദേശം 19 ഹോസ്പിറ്റൽസും 13 പരം ക്ലിനിക്സും 226 പരം ലാബുകളും പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഫാർമസീസും 200 പരം ഫാർമസീസും ഉണ്ട്. ഏകദേശം ഇന്ത്യയിൽ തന്നെ 4000 കോടി വിറ്റൊരു ലോകമെമ്പാടും 14000 കോടി മേലെ വിറ്ററുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ ഒരു ഭാഗമായ ബ്രാഞ്ചാണ് നമ്മൾ ഇവിടെ തുറന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ മിഷനറീസും അതേ ക്വാളിറ്റി ആയിരിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറുകിട ലാബുകളിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻസ് ആയിരിക്കും റിപ്പോർട്ട്സ് അപ്രൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഡോക്ടർമാരുടെ അപ്രൂവൽ ആയിരിക്കും റിപ്പോർട്ട്സ് ഉണ്ടാകുന്നത്. ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ഒരു ബ്രാഞ്ച് നമ്മൾ മണ്ണമ്പേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്.
ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ 599 രൂപയ്ക്ക് 71 ടെസ്റ്റുകൾ ചെയ്യുന്ന സ്പെഷ്യൽ പാക്കേജും പിന്നെ നമ്മൾ ഹോം കളക്ഷൻ ഫ്രീ സർവീസ് ആയിട്ടാണ് നടത്തുന്നത്. നമ്മൾ അതിന് വേറെ എക്സ്ട്രാ സർവീസ് ചാർജോ കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. സന്ദർശിക്കുക ആസ്റ്റർ ലാബ്സ്, തൊമാന ആർക്കേഡ്, മണ്ണമ്പേട്ട. വിളിക്കേണ്ട നമ്പർ 6238053963. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,100 രൂപയും പവന് 72,800 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.